സമസ്ത പ്രപഞ്ചത്തിന്റെയും ഹിതത്തിനു വേണ്ടി നിന്റെ ക്രോധം ശമിപ്പിച്ചേ മതിയാകും. പ്രപഞ്ചത്തിന്റെ ഹിതം, പ്രപഞ്ചത്തിന്റെ ഹിതം, പ്രപഞ്ചത്തിന്റെ ഹിതം. പ്രപഞ്ചത്തിന്റെ ഹിതത്തിനു വേണ്ടി നിരന്തരം നമ്മുടെ മാതൃവാത്സല്യം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഹിതത്തിനു വേണ്ടി തന്നെയായിരുന്നു കാമദേവൻ ആഗതനായത്, മഹാദേവന്റെ സമാധി എന്ന് ഭംഗപ്പെടുത്തിയതും. അപ്പോൾ മഹാദേവൻ കാമദേവനെ ഭസ്മമാക്കിയിരുന്നു. എന്നാൽ ശാപം, ഒരിക്കലും സന്താനങ്ങൾക്ക് ഗർഭപാത്രത്തിലൂടെ ജന്മം നൽകില്ലെന്ന ശാപം ലഭിച്ചത് ആർക്കായിരുന്നു? പാർവതിക്കായിരുന്നു. അപ്പോൾ രതിദേവിയെ ശാന്തയാക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ശാപം നൽകുന്നതിൽ നിന്നും രതിദേവിയെ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഹിതത്തെയും അഹിതത്തെയും കുറിച്ച് അന്ന് ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പാർവതിക്ക് കാർത്തികേയനെ പിരിയേണ്ടി വന്നു. അശോകസുന്ദരിയെയും പിരിഞ്ഞു. ഗണേശന്റെ ശിരസ് ഛേദിച്ചതും പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ലേ? പലതവണ ഈ പ്രപഞ്ചത്തിന്റെ ഹിതത്തിനു വേണ്ടി അവൾ സ്വന്തം ജീവിതം ഹോമിച്ചുകൊണ്ടിരുന്നു. ഇനിയും അത് തുടരുവാൻ സാധ്യമല്ല.